അസമിലേക്കാണ്. അസമിൽ വോട്ടർ പട്ടികയിലെ ചെറിയ രീതിയിലുള്ള തെറ്റുകളെ തുടർന്ന് 27 പേരെ അവിടുത്തെ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ വിദേശികളായിട്ട് മുദ്ര കുത്തിയിരുന്നു. ഇത് പിന്നീട് അവിടുത്തെ ഗുവാഹത്തി ഹൈക്കോടതിയും ശരിവെച്ചിരുന്നു. ഇതിനെതിരെ ഇവർ നിയമ പോരാട്ടം നടത്തുകയും സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇന്നിൽ പറഞ്ഞിരിക്കുകയാണ് ഇത് താൽക്കാലികമായി റദ്ദ് ചെയ്യുകയും ഇവരെ രേഖകൾ പരിശോധിച്ചിട്ട് ഇതിൽ വീണ്ടും നടപടിയെടുക്കാൻ അല്ലെങ്കിൽ പുനഃപരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി ഇന്ന് അസം ഫോറിനേഴ്സ് ട്രൈബ്യൂണലിലും അതണക്ക് തന്നെ ഹൈക്കോടതിക്കും നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിലേക്കാണ് അജിംസ്, മുമ്പും അസമിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വിദേശിയിൽ നിന്ന് മുദ്രകുത്തി നാട് കടത്താൻ പോയ സ്ത്രീയടക്കം സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നിട്ട് ആ തീരുമാനം പുനഃപരിശോധിക്കാൻ വേണ്ടി ഉണ്ടായി. നമുക്കറിയാം ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് ഒഴിവാക്കി. ഇതിൽ തന്നെ പലരും 17ഓളം രേഖകൾ സമർപ്പിച്ചിട്ടും അതൊന്നും അംഗീകരിക്കാതെയാണ് ഈ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ അവിടുത്തെ നമ്മുടെ പൗരന്മാരല്ല ഫോറിനേഴ്സ് എന്നുള്ള മുദ്ര കുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് അസമിൽ ഇങ്ങനൊരു കേസ് ഉണ്ടാവാനുള്ള കാരണം അവിടെ NRC നടപ്പാക്കിയതുകൊണ്ടാണ്. NRC നടപ്പാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലും നടക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ അസമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അസമിൽ എത്ര നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ അവരെ വിദേശികളായി മുദ്രകുത്തി അവരെ തടവിൽ പാർപ്പിക്കുകയോ നാട് കടത്തുകയോ ചെയ്യും. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ NRC ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എന്ന് കരുതി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് പോയ ആളുകളൊക്കെ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വൃഥാമോഹം മാത്രമാണ്. അവർക്ക് സ്വയം ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി 27 പേരുടെ ഹർജികൾ തീർപ്പാക്കിയതിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഇന്ത്യൻ പൗരനെ വിദേശിയായി മുദ്രകുത്താൻ കഴിയൂ. അതായത് ഈ 27 പേരുടെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളതാണ് പ്രശ്നം. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിൻ്റെ കാരണമായി നേരത്തെ വെസ്റ്റ് ബംഗാളിൽ പറഞ്ഞിട്ടുള്ള ലോജിക്കൽ ഇൻക്രീപ്പൻസീസ് എന്ന് പറയുന്ന പുതിയ രീതി, അതായത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു അക്ഷരത്തെറ്റോ കൊണ്ടൊക്കെ ഒരാളെ പട്ടികയിൽ നിന്ന് വെട്ടി നീക്കുക. അയാൾ മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ടോ, 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും ബാധകമാകാതെ വെട്ടി നീക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അസമിൽ അതാണ് സംഭവിച്ചത്. അസമിൽ അതിൻ്റെ ഭാഗമായി ഇത്രയധികം ആളുകളെ വിദേശികളായി മുദ്രകുത്തി ഗുവാഹത്തി ഹൈക്കോടതി അത് ശരിവെച്ചു. അതിനെതിരെയാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി പറഞ്ഞു അവരെ ഫോറിൻ ട്രൈബ്യൂണൽ ഒന്നുകൂടി കേൾക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം, നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയൂ. കുറേ കൂടി ശക്തമായ ഭാഷയിലാണ് സുപ്രീം കോടതി ഇത് ഹർജി തീർപ്പാക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെയും സുപ്രീം കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യം ആവർത്തിക്കുന്നു. ഫോറിനേഴ്സ് ആക്ട് പ്രകാരം, ഫോറിനേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഉണ്ടാക്കിയൊരു നിയമമാണ്. 1949 മറ്റുള്ള നിയമമാണ്. ഫോറിനേഴ്സ് ആക്ടിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണമെങ്കിൽ അയാൾ തന്നെയാണ് തെളിയിക്കേണ്ടത്, ഭരണകൂടമല്ല. ആ കാര്യം ഈ സുപ്രീം കോടതി ആവർത്തിക്കുന്നുണ്ട്. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കേണ്ട എൻ്റെ ബാധ്യതയാണെങ്കിൽ ഞാൻ എങ്ങനെ തെളിയിക്കുമെന്നൊരു ക്വസ്റ്റ്യനുണ്ട്. എന്ത് രേഖ പ്രകാരം ഞാൻ തെളിയിക്കും? ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാവുന്ന ആധാർ കാർഡ്, അത് പൗരത്വ രേഖയല്ല. ഞാനിവിടെ ജനിച്ചു, എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് പൗരത്വ രേഖയല്ല. എനിക്ക് പാസ്പോർട്ട് ഇന്ത്യൻ ഭരണകൂടം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് പൗരത്വ രേഖയല്ല. ഒരു രേഖയും എനിക്ക് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാർ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് എക്സിക്യൂട്ടീവാണ്, ഭരണകൂടമാണ് എന്നുള്ളതാണ്. അത് ഒരാൾക്കും, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും സ്വന്തം പൗരത്വം തെളിയിക്കാനുള്ള രേഖകളില്ല എന്നിരിക്കെ, ആ രേഖകളൊന്നും പൗരത്വം തെളിയിക്കാൻ മതിയാകുന്നതല്ല എന്നിരിക്കെ, ഒരു ഇന്ത്യൻ പൗരൻ ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്ന് വാദിച്ചുകൊണ്ട് മാത്രം ഇന്ത്യൻ പൗരനാവുന്നില്ല. പകരം അയാൾ ഇന്ത്യൻ പൗരനാവുന്നത് ഭരണകൂടത്തിൻ്റെ കൃപാകടാക്ഷത്തിന് വിധേയമാണ്, അല്ലെങ്കിൽ അവരുടെ ഐച്ഛികമായ തീരുമാനത്തിന് വിധേയമാണ്. അവരുടെ ഇച്ഛയാണ് നമ്മളുടെ ഇന്ത്യൻ പൗരത്വം തീരുമാനിക്കുക. അപ്പോൾ ഒരു പക്ഷേ ഇന്ത്യ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യ ഉണ്ടായതിനു ശേഷം നേരിട്ടില്ലാത്തൊരു വലിയ പ്രതിസന്ധിയാണിത്. ആരാണ് ഇന്ത്യൻ പൗരൻ എന്ന ചോദ്യത്തിന് കൃത്യമായ രേഖകളില്ല, കൃത്യമായ നിർവചനമില്ല. ഇന്ത്യയിൽ ജനിച്ച ആളുകൾ എല്ലാം ഇന്ത്യൻ പൗരന്മാരാണോ? അല്ല. ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഇന്ത്യൻ പൗരന്മാരല്ല ഇന്ത്യൻ നിയമപ്രകാരം. ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ പൗരനാവുന്നില്ല. അവരുടെ മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അതും പറ്റില്ല. കാരണം മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് വേറെ തന്നെ തെളിയിക്കേണ്ടി വരുന്നു. അവർക്ക് വോട്ടുണ്ടായിരുന്നു തെളിയിക്കണം, അവർ ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് തെളിയിക്കണം, 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു തെളിയിക്കണം. അപ്പോൾ ഒരർത്ഥത്തിലും ഒരാൾക്കും പൗരത്വം ക്ലെയിം ചെയ്യാൻ കഴിയില്ല അൺലസ് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ പലായനം ചെയ്തെത്തിയ അഭയാർത്ഥിയായ, മതപീഡനത്താൽ അഭയാർത്ഥിയായ മുസ്ലിം അല്ലാത്ത ഒരാളാണ് എന്ന് സ്വയം ഡിക്ലെയർ ചെയ്യുന്നതുവരെ ഒരാൾക്കും പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോലും കഴിയില്ല, പൗരത്വത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇതൊരു ഗുരുതര പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല.
സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതി താൽക്കാലികമായ ഒരു ആശ്വാസമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും ആരുടെ കനിവിലാണ്? ഫോറിൻ ട്രൈബ്യൂണലിൻ്റെ കനിവിലാണ് ഇവരുടെ പൗരത്വം. ഇതിപ്പോൾ അസാമിലെ മാത്രം പ്രശ്നമായിട്ട് നിങ്ങൾ കാണണ്ട. നാളെ ഇന്ത്യയിലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം വരും. ഈ പ്രശ്നം എപ്പോഴും വരും? ആരെങ്കിലും ക്ലെയിം ചെയ്യുകയാണ്. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ സുകേഷിന് പേരില്ല, പേര് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പല കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാളാണ് സുകേഷ്. സുകേഷിനെതിരെ ഏതെങ്കിലും ഒരു കാവിപ്പട ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പോലീസിൽ പരാതി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കോടതിയിൽ പോവുകയാണ്. ഇനിയാൾ ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളാണ്, അയാൾ ഇന്ത്യൻ പൗരനാണ് എന്ന് ഈ സംശയമുണ്ട്. നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ സുകേഷ് ഉൾപ്പെടെ പോയിട്ട് സ്വന്തം പൗരത്വം തെളിയിക്കാൻ ശ്രമിക്കും. എന്ത് രേഖ വെച്ച് തെളിയിക്കും? ഒരു രേഖയും വാലിഡ് അല്ല. ഇതൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ സുപ്രീം കോടതി അഡ്രസ്സ് ചെയ്തിട്ടില്ല. സുപ്രീം കോടതി 27 ഹർജികൾ തീർപ്പാക്കിയത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമില്ല. ഇതിനിടയ്ക്ക് രസകരമായ വേറൊരു നിരീക്ഷണം കൂടി കണ്ടു. ജസ്റ്റിസ് സുധാംശു ധൂലി, അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏതൊരു ചടങ്ങിൽ സംസാരിച്ചതാണ്. പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വ രേഖയല്ല എന്നുള്ളത് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക? ഇന്ത്യക്കാരെല്ലാം ഇന്ത്യക്കാരാണ് എന്നൊരു പ്രിസംഷൻ അംഗീകരിക്കണം. ഒരു ഇന്ത്യൻ പൗരനാണ് പാസ്പോർട്ട് കൊടുക്കുന്നത്, അല്ലേ? ഇന്ത്യൻ പൗരനാണ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുക. ഈ ഇന്ത്യൻ പൗരൻ ഇതേ പാസ്പോർട്ട് കൊണ്ട് മറ്റൊരു രാജ്യത്ത് നിന്ന് ഞാൻ ഇന്ന നാഷണാലിറ്റി പെട്ട ആളാണ്, ഇന്ന രാജ്യത്തെ പൗരനാണ് എന്ന് അവിടെ ക്ലെയിം ചെയ്യുകയാണ്. അത് വെരിഫൈ ചെയ്ത് അത് സ്വീകരിക്കുന്നത്, മറ്റൊരു രാജ്യം സ്വീകരിക്കുന്നത് പാസ്പോർട്ട് വെച്ചിട്ടാണ്. നിങ്ങൾ ഇന്ന രാജ്യത്തെ പൗരനാണ് എന്ന് ആ രാജ്യം വെരിഫൈ ചെയ്യുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ടാണ്. അതേസമയം അതേ ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യയിൽ പൗരത്വരേഖയല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വലിയൊരു വിരോധാഭാസമാണ് പൗരത്വം എന്നൊരൊറ്റ ടേമിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കുക. നിഷാദ്, ഈ 27 പേരും നേരിടേണ്ടി വരുന്ന മറ്റൊരു സങ്കീർണത ഈ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലുള്ള സാങ്കേതികമായ പിഴവുകളല്ല. ഒന്ന്, അവർ ഒരേ സമയം ഫൈറ്റ് ചെയ്യേണ്ടത് അവിടുത്തെ ഇതണക്ക് ഫോറിൻ ട്രൈബ്യൂണൽ അല്ലെ ഹൈക്കോടതി, അതിലപ്പുറം അവിടുത്തെ സർക്കാർ കൂടി ആ മനുഷ്യർക്ക് എതിരാണ്. അസമിൽ നിന്ന് വരുന്ന അല്ല അവിടുത്തെ മുഖ്യമന്ത്രി അല്ലെ അവിടുത്തെ ഭരണകൂടം നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെ ഈ മനുഷ്യരെങ്ങനെ മറികടക്കും? അവിടെ ഈ നീതിപീഠത്തിലെത്തിയാൽ പോലും ഇവർക്കൊരു അനുകൂലമായ സമീപനം ഇപ്പോഴത്തെ അല്ല ആത്യന്തികമായ ഒരു വിധി ഉണ്ടാകുമോ എന്നുള്ളത്. അല്ല, സുപ്രീം കോടതി ഇന്നിപ്പോൾ ഈ 27 പേരുടെ ഹർജി അംഗീകരിച്ചുകൊണ്ട് ഇവരെ ഫോറിനേഴ്സ് ആക്കിയിട്ടുള്ള നടപടി പുനഃപരിശോധിക്കണം എന്നാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ്, റദ്ദാക്കിയിരിക്കുകയാണ്. എന്നിട്ട് സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്, മുൻപ് ട്രൈബ്യൂണൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ എന്നിവ ഒരു നിലയ്ക്കും ഈ പുനഃപരിശോധനയെ സ്വാധീനിക്കാൻ പാടില്ല എന്നതാണ്. അതൊരു ശരിയായ നിർദ്ദേശമാണ് കോടതി നൽകുന്നെങ്കിലും അത് സ്വാധീനിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ പരിശോധിക്കുന്ന കാര്യമാണ്. കാരണം ഈ പൗരത്വ പരിശോധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കകത്തും വലിയ തോതിലുള്ള മുൻവിധി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പൗരത്വം ആർക്ക് നൽകണം, ആർക്ക് നൽകരുത് എന്ന കാര്യത്തിൽ ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെൻറ് തന്നെയും സ്ഥാപിതമായ താല്പര്യങ്ങളുണ്ട് എന്ന് അവരുണ്ടാക്കിയിട്ടുള്ള നിയമം വഴി നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ഇപ്പോൾ ഈ പറഞ്ഞ അസമിൽ തന്നെ ഏതാണ്ട് ഡസൻ കണക്കിന് ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകളുണ്ട്. അവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കാണ്, വേണ്ടത്ര സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട്. അവിടെ ഓരോ ദിവസവും ഈ പൗരത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ അംഗീകാരത്തിന് വേണ്ടി കാത്തു കിടക്കുന്ന മനുഷ്യർ, ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, അക്ഷരജ്ഞാനമില്ലാത്തവർ, സമൂഹത്തിലെ ഏറ്റവും താഴെത്തിട്ടുള്ള മനുഷ്യരാണ് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ മുഴുവൻ. അതിനിപ്പം അജിംസ് പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ഫോറിനേഴ്സ് ആക്ടിനകത്തെ സെക്ഷൻ 9 പ്രകാരം നിങ്ങൾ ഫോറിനർ അല്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അത് പൗരൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇന്ന് സുപ്രീം കോടതി അത് സമ്മതിക്കുന്നുണ്ട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷ്മയുക്തി എന്ന് പറയുന്ന സംഗതി അതിനകത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം ഇത് പൗരത്വം എന്ന് പറയുന്നതിൽ ഭരണഘടനാ ബന്ധിതമായിട്ടുള്ളൊരു വിഷയമാണ്. അതിനകത്ത് ചുമ്മാ വളരെ ഉഴപ്പി ഒരു തീരുമാനം എടുക്കരുത്. വളരെ ആഴത്തിലുള്ള പരിശോധന, ശരിയാമണ്ണമുള്ള പരിശോധന നടത്തിയിട്ട് വേണം തീരുമാനം എടുക്കാനെന്ന് കോടതി പറയുന്നു. പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളത്, ഈ പറഞ്ഞ് നമ്മൾ തന്നെ തെളിയിക്കണം നമ്മൾ പൗരനാണെന്നുള്ളത്. എന്നിട്ട് ഗവൺമെൻറ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, പേപ്പറുകൾ തരുന്നില്ല, നമ്മുടെ കയ്യിലുള്ള പേപ്പർ ഇട്ട് സമ്മതിക്കത്തുമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങൾ പൗരനാണെന്നുള്ള രേഖ. നമ്മുടെ രേഖ എന്ന് പറഞ്ഞാൽ ആരാ തരേണ്ടത്? അതെല്ലാം തരേണ്ടത് സ്റ്റേറ്റാണ്. എല്ലാ രേഖയും തരേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് രേഖ വീട്ടിൽ നിന്ന് അച്ചടിക്കാൻ പറ്റില്ല, സ്റ്റേറ്റ് ഇട്ട് തരത്തുമില്ല. അതേ സ്റ്റേറ്റ് തന്നെ നമ്മുടെ രേഖ ചോദിക്കുക. പൗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഞാൻ പൗരനാണെന്ന് തെളിയിക്കേണ്ട രേഖ എനിക്ക് പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ തരുന്നില്ല, അല്ലെങ്കിൽ അത് ചോദിക്കാൻ അറിയാത്ത മനുഷ്യർക്ക് അത് കണ്ടെത്തി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എല്ലാവരും രേഖയുള്ളവരാണ് എന്ന് ഉറപ്പാക്കുന്നില്ല. സിസ്റ്റം ആകെ ലൂസായി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ എത്ര പേർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, എത്ര പേർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ അവർ സമാഹരിച്ചിട്ടുണ്ട്, അവരെല്ലാവരും നമ്മുടെ റോളിനകത്ത് വന്നിട്ടുണ്ടോ എന്നത് സർക്കാർ ഒരു ഘട്ടത്തിലും പരിശോധിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥർ വന്നിട്ട് നിങ്ങളുടെ പേപ്പർ എടുക്കാൻ പറഞ്ഞാൽ അവർ ഇവിടുന്ന് കൊടുക്കും. അതാണ് ഇന്ത്യയിലെ ബേസിക് പ്രശ്നം. ഒരു പേപ്പറും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് പേപ്പർ ചോദിക്കുകയും ചെയ്യുകയാണ്. ഗവൺമെൻറ് പേപ്പർ ചോദിക്കുന്ന ഘട്ടത്തിൽ ഓടിപ്പോയി പേപ്പർ സംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴും ഗവൺമെൻറ് എന്ത് കൊടുക്കാതിരിക്കുകയാണ്. ഈ മുൻവിധി, ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം ഇതിനകത്ത് കിടക്കുകയാണ് പൗരത്വ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്.
അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിനേഴ്സ് ആക്ടിൻ്റെ പരിശോധന എന്ന് പറയുന്ന സംഗതി ഏറ്റവും സങ്കീർണമായി പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു കാര്യമുള്ളത്, ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ച മനുഷ്യന്മാരെ ഇന്ത്യൻ പൗരന്മാരാവാനുള്ള സാധ്യതയെ മുൻനിർത്തി പരിശോധിക്കണമല്ലോ. അങ്ങനെയല്ല. ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നത് വെപ്പൺസ് ഓർ എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ എക്സ്ക്ലൂഷൻ എന്നാണ്. ഈ ഫോറിനേഴ്സ് ട്രൈബ്യൂണലിനെ കുറിച്ചുള്ള വിമർശനം ആളുകളെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനകത്ത് റിസർച്ച് നടത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സ്ഥാപനമായിട്ട് ഇതിനെല്ലാം ഇപ്പോൾ കാണുന്നത്. കാരണം അവരെങ്ങനെ ഒഴിവാക്കാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കുത്തും കോമയും ശരിയാവാത്തത്, ഈ ലിങ്ക് ശരിയാവുന്നില്ലല്ലോ, ഈ പേപ്പറിനകത്ത് കുഴപ്പമുണ്ടല്ലോ, അഡ്രസ്സിൽ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ പേരിൽ അക്ഷരത്തിലുണ്ടല്ലോ എന്ന കാരണമൊക്കെ പറഞ്ഞാൽ ആളുകളെ ഒഴിവാക്കുന്നത്. അതാണ് കോടതി പരിശോധിക്കുമ്പോൾ കോടതിക്ക് ഇതിൽ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നുന്നു. ചില ആളുകൾ വിചാരിക്കുന്നത് ഇത് ബംഗ്ലാദേശി മുസ്ലിങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് തർക്കമില്ല. അസമിൽ അവരെ മാത്രം ബാധിക്കുന്ന ഒരു കേസാണല്ലോ എന്ന് കാണുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ അങ്ങനല്ല, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ കേസിൻ്റെ ടൈറ്റിൽ തന്നെ സാബിത്രി ദേബ് ആൻഡ് സ്വസ്തി ദേ വേഴ്സസ് ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഈ പറയുന്ന ആളുകളെ കുറിച്ച് പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കുന്നത്, ഈ വാർത്ത കാണുന്ന അതിദേശീയവാദികളായിട്ടുള്ള മനുഷ്യർ പലരും വിചാരിക്കുന്നത് ഇതേതോ 10-27 മുസ്ലിങ്ങൾ, ബംഗ്ലാദേശി മുസ്ലിങ്ങൾ, അവർ ഫോറിനേഴ്സായിട്ട് ചാപ്പയടിച്ചു, അവരതിനകത്ത് കോടതിയിൽ പോയിരിക്കുകയാണ്. ആ കേസാണ് ഫോറിനേഴ്സ് ട്രൈബ്യൂണലും ഗുവാഹത്തി അസമിലെ കോടതിയും സുപ്രീം കോടതിയും എല്ലാം പരിഗണിച്ചതാണ്. അങ്ങനെയല്ല. ഈ കേസ് കൊടുത്തിട്ടുള്ള ആളുകൾക്കകത്ത് മുസ്ലിങ്ങളും നോൺ മുസ്ലിംസുമായിട്ട് ആൾക്കാരുണ്ട്. അസമിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ആദ്യം പൗരത്വ നിയമം നടപ്പിലാക്കിയപ്പം 1 കോടിയോളം ആൾക്കാർ പുറത്തുപോയി, പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും പുറത്തുപോയി. അതിനകത്തെല്ലാം ഭൂരിപക്ഷം നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ നടപ്പിലാക്കുന്ന നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ദുശാഠ്യം ആളുകളെ പുറത്താക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒന്നാണ്. ആരെയും ഇത് അകത്ത് കടത്തില്ല. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ആളുകളെ അകത്ത് കടത്താൻ കഴിയാത്തതും രേഖകളുടെ നിർബന്ധ ബുദ്ധി ഇതിനകത്തുണ്ട്. ആ രേഖകളൊന്നും പ്രൊവൈഡ് ചെയ്യപ്പെട്ടുള്ളതൊന്നുമല്ല. സാധാരണ നിലയ്ക്ക് മനുഷ്യന്മാരുടെ കയ്യിൽ കാണാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും എന്നത് മനസ്സിലാക്കിയിട്ട് അതിനെയൊന്നും ഇതിന് പറ്റിയതല്ല എന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുകയാണ്. സോ ഇതൊരു ഗുരുതരമായ പ്രതിസന്ധി എന്താണെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കുന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യയിലെ പൗരത്വ പരിശോധന എന്ന് പറയുന്നത് പ്രത്യേകതരം മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സർക്കാർ ഏജൻസികൾ അവരുടെ മുൻവിധിയുടെ അടിസ്ഥാനത്തിലും ദയാരഹിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ ഇന്ത്യയിലുണ്ട് എന്നൊരു സംഗതി സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അത് സുപ്രീം കോടതി പരിഗണിച്ചിട്ട് വീണ്ടും പരിശോധിക്കാൻ പറയുകയും മുൻകാല പരിശോധനകളും അതിൽ നടത്തിയിട്ടുള്ള കമൻസ് ഒന്നും അതിൽ നിങ്ങളെ ബാധിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നു. അത്രയൊക്കെ ഓക്കെ. അപ്പോഴും പക്ഷേ ഈ സെക്ഷൻ 9ൻ്റെ കാര്യത്തിൽ കോടതി അതിനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കോടതിയുടെ മുമ്പിൽ വന്ന ഈ വിഷയത്തെ പൗരത്വവുമായി ബന്ധപ്പെട്ട വലിയൊരു കേസ് കോടതിയുടെ മുമ്പിലുണ്ട്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കേസുണ്ട്, SIRമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയുടെ മുമ്പിലുണ്ട്. അതൊക്കെ പരിഗണിക്കുന്ന ഘട്ടത്തിലും ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഔചിത്യം, ഈ പറഞ്ഞ ഉന്നത വീക്ഷണം സുപ്രീം കോടതി കാണിക്കേണ്ടതായിരുന്നു. ഇനിയെങ്കിലും സുപ്രീം കോടതി അത് കാണിക്കാനുള്ള ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ അഡ്രസ്സ് ഇല്ലാത്തവരായിട്ട് തെരുവിൽ നിൽക്കും. ഇവരെല്ലാം ഇപ്പോൾ നമ്മൾ 40,000 പേര് ഇതിനകം തന്നെ അവിടെ മറ്റ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് ഫോറിനേഴ്സായിട്ട്. അവരെല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പല ആൾക്കാരും ഇവിടെയുണ്ട്, തെരുവിലുണ്ട്, അകത്തുണ്ട്, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ, ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഈ സിസ്റ്റത്തിലെ മൊത്തം പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും മുൻവിധികളും മനസ്സിലാക്കാൻ കോടതിക്ക് കഴിയണം. കോടതിയുള്ളൂ അവസാനത്തെ ആശ്രയകേന്ദ്രം. ഇല്ലെങ്കിൽ ഈ സാഹചര്യം കൂടുതൽ വഷളാവാൻ പോവാണ്. സ്വന്തം രാജ്യത്ത് തങ്ങളുടെ പൗരത്വം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി കോടതികൾ കയറി ഇറങ്ങേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ വളരെ വേദനാജനകമാണ്. അതിൽ നിന്ന് അവർക്കൊരു പരിഹാരം ഉണ്ടാകട്ടെ, കോടതിയുടെ ഇടപെടൽ അതിന് വഴിതെളിക്കട്ടെ എന്ന് കരുതാം.